സ്വർലോകനാടൻ്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശം എന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് സഹൃദരായ എൻ്റെ എല്ലാ സഹോദരങ്ങളെയും അഥവാ ശ്രോതാക്കളെ മുഴുവനായി ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്താൽ സ്നേഹപുരുഷനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ടീമിൻ്റെ വന്ദനത്തെ സന്തോഷമായി അറിയിക്കുന്നു. ഈ പുതിയ വർഷം ഭാവി ലോകത്തെക്കുറിച്ചുള്ള ദൈവിക വെളിപ്പാടുകളാണ് ചുരുക്കമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിയന്തര പ്രാധാന്യമുള്ള കാര്യപ്രസക്തമായ കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുക, അറിയിക്കുക എന്ന ഒരു ദൗത്യം അത്യുന്നതനായവൻ്റെ പക്കൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നതുകൊണ്ട് ഞാനത് ഭാഗമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. ഇന്നത്തെ ഈ എപ്പിസോഡ് പ്രാപ്തി പോലെ സഹകരിച്ച് സ്പോൺസർ ചെയ്ത ഒരു സഹോദരിയും ഫാമിലി കുടുംബമുണ്ട്. നിലമ്പൂർ, മലപ്പുറം ജില്ലയിൽ. ശരി, ഞാൻ ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. സ്വർഗീയ പിതാവേ, യേശുരക്ഷിതാവിൻ്റെ നാമത്തിൽ ഇന്നത്തെ എപ്പിസോഡിന് മുഖാന്തരമായി തീർന്ന സഹായിച്ച ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് ഇത് മുഖാന്തരമായി ഒട്ടും കുറവ് വരാതെയും അഭിവൃദ്ധി, ഐശ്വര്യവും അനുഗ്രഹവും നന്മയും വർദ്ധിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വേല, കർത്താവിന് സഭയെ വരമേൽപ്പിച്ചു പോയതുകൊണ്ട് എല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു മഹത്തായ ശുശ്രൂഷയായ സേവനമായി തീരട്ടെ, സംഭവിക്കട്ടെ, അങ്ങനെ സാധ്യമാകട്ടെ. അങ്ങനെ ധാരാളം പ്രതിഫലം കൊടുത്ത ആ കുടുംബത്തെ മാനിക്കണം. അവരുടെ വിഷയങ്ങളുടെ മേൽ അങ്ങ് ഇടപെട്ട് നീക്കുപോക്ക് ഉദാഹരണം കൊടുക്കണം. മഹത്വം മുഴുവൻ അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് പ്രപഞ്ചം മുഴുവനും ഒരു പുതിയ രൂപാന്തരത്തിലേക്ക് വരുന്നു എന്നതായിരുന്നു. ഇന്ന് യെരുശലേം എന്ന പുണ്യനഗരം എന്ന വിഷയം ചിന്തിക്കാൻ പോവുകയാണ്. യെരുശലേം എന്ന പുണ്യനഗരം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള 3 വാക്യങ്ങൾ. കള്ളസത്യം ചെയ്യരുതെന്നും സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിന്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ടരുത്, അത് അവന്റെ പാദപീഠം. യെരുശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിന്റെ നഗരം. യെരുശലേം എന്ന പുണ്യനഗരം എന്ന ഒരു ചിന്ത ഇതിൽ ഉടലെടുത്തപ്പോൾ ഇത്തിരി ത്യാഗസന്നദ്ധമായി പഠിക്കേണ്ടി വന്ന ഒരു വിഷയമാണത്. വേദശാസ്ത്രികളായിരിക്കുന്ന ദൈവവചന സന്ദേശം അറിയിക്കുന്നവർ ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, എല്ലാ കണ്ണും യെരുശലേമിലേക്ക്, എല്ലാ റോഡും യെരുശലേമിലേക്ക്. യെരുശലേം സന്തോഷത്തിൻ്റെ ഭവനം അഥവാ സമാധാനത്തിൻ്റെ ഭവനം എന്നൊക്കെ പേര് വിളിക്കാറുണ്ട്. എങ്ങനെയും ആകട്ടെ, യെരുശലേം എന്ന പുണ്യനഗരം, ആ നഗരത്തെക്കുറിച്ച് യേശു പറഞ്ഞപ്പോൾ അത് മത്തായി ഓർമ്മ വെച്ച് എഴുതി. യെരുശലേം മഹാരാജാവിൻ്റെ നഗരം. അതാരായിരിക്കും? അന്ന് നിലവിലുള്ള രാജാവിനെ ഉദ്ദേശിച്ചായിരിക്കില്ല പറഞ്ഞത്. ആ രാജ്യഭരണം ഏറ്റെടുക്കാനൊരു മഹാരാജാവ് വരും. അങ്ങനെ ആത്മദർശനത്തിൽ കൂടെ അത് കാണാൻ കഴിഞ്ഞു. അതെഴുതി
യെരൂശലേം മഹാരാജാവിൻ്റെ നഗരം. മഹാരാജാവ് ആ നഗരം വാഴുമ്പോൾ നമുക്കാർക്കെങ്കിലും അതിൽ പങ്കാളിത്തം ഉണ്ടാകുമോ? നമ്മൾ ആ വിഷയം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ കാലഘട്ടങ്ങളെ തിരിച്ച് നമ്മൾ മനസ്സിലാക്കി ചിന്തിക്കേണ്ടതാണ്. സഖറിയാ പ്രവാചകൻ മുമ്പേ തന്നെ കാര്യം പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേഗം ഇങ്ങോട്ട് വരാം. സഖറിയാ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് നോക്കാം. ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന. ഒരു സെക്കൻഡ് നിർത്തണേ. ആകാശം, ഭൂമി, മനുഷ്യൻ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന വായിച്ചേ. യഹോവയുടെ അരുളപ്പാട്. ഇതെല്ലാം അവന്റെ കൈവിരുതാണ്, അവന്റെ കൈപ്പണിയാണ്. അങ്ങനെയുള്ള ദൈവത്തിന്റെ അരുളപ്പാട് വായിച്ചേ. ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. യെരൂശലേമിനെ ഞാൻ ചുറ്റുമുള്ള ജാതികൾക്കും പരിഭ്രമ പാത്രമാക്കും. അടുത്തുകൂടി. യെരൂശലേമിന്റെ നിരോധത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. അടുത്തത്. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. പൊതുലോകം അറിയണം യെരൂശലേം ആരുടെ കയ്യിൽ വരുമെന്ന്. അഥവാ യെരൂശലേമിൻ്റെ മഹാരാജാവ് ആരാണെന്ന് അറിയണമെന്ന് നിങ്ങളോട് പറയുവാൻ തീരുമാനിച്ചത് ഞാനല്ല. ദൈവം എന്നെ അതിനുവേണ്ടി ഒരുക്കി ഉണർത്തിയതാണ്. ബൈബിളിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന് പറഞ്ഞാൽ പഴയ നിയമം മുതൽ പുതിയ നിയമം വരെയുള്ള പുസ്തകങ്ങളുടെ താളുകൾ പരിശോധിച്ചാൽ യെരൂശലേം 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 എന്നുള്ള വാക്കുകളോടത്തോളം അത്രയും വാക്കുകളുള്ള വേറെ ഒന്നും തന്നെയില്ല. പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ ദൈവരാജ്യം 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 എന്ന് പറയുന്ന വാക്കുകളുണ്ട്. വർഷങ്ങളായി ബൈബിൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ബൈബിൾ പറയുന്നവരും ഒരുപാടുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. മറ്റു രാജ്യങ്ങളിലും ഉണ്ട് അങ്ങനെ ആൾക്കാർ. പക്ഷേ യേശുവിൻ്റെ ഓരോ വാക്കുകളും നോക്കിയാൽ യേശു പറഞ്ഞു, നാം അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന്, ദൈവരാജ്യം പ്രസംഗിക്കേണ്ടതിന് അങ്ങോട്ട് പോകാം. ശിഷ്യന്മാരോട് പറഞ്ഞു, ദൈവരാജ്യം പ്രസംഗിക്കുക എന്നുള്ളത് യേശുവിൻ്റെ അജണ്ടയാണ്. എന്ന് പറഞ്ഞാൽ യേശുവിടെ വന്നത് പാപരിഹാരം വരുത്തുവാൻ വന്നു. അത് ചെയ്യാനുള്ള സമയം ഇനിയും ഉണ്ട്. ചില നാളുകൾ ബാക്കിയുള്ളതുകൊണ്ട് ആ നാൾ മുഴുവനും ദൈവരാജ്യം പറയുക എന്നതുപോലെ യെരൂശലേം മഹാരാജാവിൻ്റെ നഗരമാണ്. മഹാരാജാവായി യേശു ആ രാജ്യം ഭരിക്കുവാനായി പുതിയ നിയമകാലത്ത് അഥവാ കൃപായുഗത്തിന് ശേഷമുള്ള കാലത്ത് തുടക്കമിടുമ്പോൾ, ആരംഭം കുറിക്കുമ്പോൾ അതിലേക്ക് നോക്കി കണ്ണും വെച്ച് അതിനെ എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്താൻ, അതിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ, അതെങ്ങനെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെല്ലാം നിഷ്ഫലം. സാധിക്കത്തില്ല, ഒന്നും സാധിക്കത്തില്ല. അതിന് മുമ്പ് പറഞ്ഞ സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമി ദൈവത്തിൻ്റെ പാദപീഠം. സ്വർഗത്തെ ചൊല്ലി സത്യം ചെയ്യരുത്, ഭൂമിയെ ചൊല്ലി സത്യം ചെയ്യരുത്, യെരൂശലേമിനെ ചൊല്ലി ഒട്ടുവരുത്. ഉണ്ടോ? ഇതൊക്കെ എന്തിനാണ് എഴുതി പറ്റിച്ചിരിക്കുന്നത്? ഇതൊക്കെ എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? എന്തിനാണ് കേൾപ്പിക്കുന്നത്? ഇതുകൊണ്ട് എന്ത് അനുഗ്രഹമാണ് വരാനിരിക്കുന്നത്? എപ്പോഴോ ഞാൻ ഈ ടി വിയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ദൈവവചനത്തിനകത്ത് ഊർജമുണ്ട്. പുറം കണ്ടുകൊണ്ട് കാണുന്നതല്ല, അനുഭവിച്ചറിയണം. അനുഭവമില്ലാത്തതെല്ലാം അറിവുകൾ മാത്രമാണ്. പ്രായോഗികമല്ലാത്തതെല്ലാം ഡിഗ്രിക്ക് മാത്രം കൊള്ളാവുന്നതാണ്, ഫലത്തിന് കൊള്ളാവുന്നതല്ല. ഇതുപോലെ
ഞാൻ പറയുന്നത്, സെക്കരിയാവിൽ നമ്മൾ വായിച്ചത്, സ്തോത്രം, യെരൂശലേമിൻ്റെ കാര്യം മത്തായി സുവിശേഷം 13 ഒന്ന് പോകണം. യെരൂശലേം സകല ജാതികൾക്കും ഭാരമുള്ള കല്ലായിരിക്കും. കാരണം അവരതിനോട് അടുത്തതിനെ കൈവശപ്പെടുത്താൻ വരുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. യെരൂശലേമിനോട് മാറി എന്ന പ്രശ്നമൊന്നുമില്ല. മത്തായി സുവിശേഷം 23:37-38. യെരൂശലേമേ യെരൂശലേമേ, യെരൂശലേമിനോട് പറയുന്ന ശബ്ദം ഇത് കേട്ടോളി. യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നോക്കുക, യേശു വിളിച്ചതാണ് യെരൂശലേമേ യെരൂശലേമേ. അപ്പോൾ യെരൂശലേം എന്ന പട്ടണത്തെക്കുറിച്ച്, അവിടെയുള്ള ജനത്തെ സംബന്ധിച്ച് ദൈവത്തിനുണ്ടായിരുന്ന പ്ലാനിങ്ങിൽ നിന്ന് ആ ജനം വഴുതിപ്പോയി. ആ ജനം ഈ വഴി വിട്ട് മാറി. അപ്പോൾ യേശു നടത്തിയ പ്രസ്താവന അത് വിട്ടുകളയാതെ മത്തായി അത് ഓർമ്മിച്ചെഴുതി, ലൂക്കോസ് അത് ഓർമ്മിച്ചെഴുതി. അങ്ങനെ ഈ കാര്യങ്ങൾ ക്രമം തെറ്റാതെ, വാക്കുകൾ തെറ്റാതെ എഴുതിയപ്പോൾ പറഞ്ഞു, യെരൂശലേമേ യെരൂശലേമേ എന്ന് വിളിച്ചിട്ട് നിങ്ങളെ എൻ്റെ ചെറുകിന് കീഴിൽ ചേർത്തോളാൻ എനിക്ക് അത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കും മനസ്സായില്ല. ഞാനത് വേറൊരു എപ്പിസോഡായിട്ട് നിങ്ങളോട് പറയാം. ഞാനങ്ങനെ പറയുമ്പോൾ ബാക്കിയാക്കിയെന്ന് വിചാരിക്കരുത്. ഞാൻ ഒരു വിഷയം എടുത്താൽ അത് സ്റ്റഡി ചെയ്ത് സൂക്ഷ്മമായി പഠിച്ച് കൃത്യമാണോ എന്ന് എഡിറ്റ് ചെയ്ത് നോക്കിയിട്ട് ദൈവം ആത്മാവിൽ നിയോഗവും ആത്മാവിൽ ശക്തമായ പ്രേരണയും തന്നാൽ മാത്രമേ പൊതുവിൽ കൊണ്ടുവരത്തുള്ളൂ, ഒരു സഭായോഗത്തിൽ പോലും പ്രസംഗിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് യെരൂശലേമേ യെരൂശലേമേ എന്ന് വിളിക്കുന്ന യേശു 3 വർഷത്തിലധികം അതിൽ സഞ്ചരിച്ച് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും താൻ ആരാണെന്നും ജനത്തിൻ്റെ ആവശ്യം എന്താണെന്നും അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നും ചെയ്ത് പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ട് ഇവർ മനസ്സ് മാറിയില്ല. ഈ നിലവാരം അല്ലെങ്കിൽ ഈ സ്ഥിതി നമ്മുടെ ഇടയിൽ ധാരാളമില്ലേ? ഞാൻ അതിൻ്റെ വിശദീകരണത്തിൽ പോയാൽ എൻ്റെ വിഷയം മുഴുവൻ പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് അത് ഞാൻ വേറെ സമയത്ത് ബാക്കിയോടെ പറയാം. അങ്ങനെ യേശു ആ പട്ടണത്തെക്കുറിച്ച് ദുഃഖിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. അതിന് വിശദീകരണം പിന്നാലെ. വെളിപ്പാട് പുസ്തകം 21:2 വായിച്ചേ. അവിടെ യെരൂശലേമിനെ പറ്റി എന്തോ ഒരു വാക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ശ്രദ്ധിക്കാമെങ്കിൽ പ്രധാനപ്പെട്ട 3 കാര്യം പറയാം. ആ പാസ് എന്തൊക്കെയോ പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ദൈവവചനത്തിനായിട്ട് ഒരുക്കപ്പെട്ടിട്ടില്ല. വിശപ്പില്ലാത്ത ആൾക്കാർക്ക് ആഹാരം കൊണ്ട് മുമ്പിൽ വെച്ച് കൊടുത്താൽ രുചികരമായ ആഹാരം, നല്ല ആഹാരം, അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം, അവരത് കഴിക്കത്തില്ല. ഒന്ന് തൊട്ടും പിടിച്ചൊക്കെ കഴിച്ചിട്ട് കളഞ്ഞിട്ട് പോകും. ഇതിനേക്കാൾ ആഴമേറിയതാണ് ഈ കാര്യം. ആത്മാവിൽ വിശപ്പുള്ളവർക്കേ ഇത് മനസ്സിലാവും, അവർക്കേ ഇത് ഗ്രഹിക്കാൻ പറ്റൂ, അവർക്കാണ് ഇത് സന്തോഷമായി തോന്നുന്നത്. ഇവിടെ വായിച്ചത് ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഞാൻ കണ്ടു, പുതിയ യെരൂശലേം. അപ്പോൾ യെരൂശലേമിൻ്റെ ഒരു കാലം
അത് ദൈവത്തിൽ നിന്ന് അകന്നു കിടന്ന കാലമാണ്. ദൈവത്തിൻ്റെ കോപം ചൊരിഞ്ഞ കാലമാണ്. പക്ഷേ യെരൂശലേമിനെ ദൈവം കൈവിട്ടില്ല. രണ്ടാമത്തെ കാലം, ആ അകന്നു കിടന്ന കാലത്തിൻ്റെ അടുത്ത സമയം യേശു അതിൽ സഞ്ചരിച്ച് പ്രവർത്തിച്ചിട്ടും അവരെ മനസ്സ് മാറിയില്ല. മൂന്നാമത്തെ കാലത്തെ കാര്യമാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് വന്ന് അനുതാപത്തിൻ്റെ അഗ്നി കത്തിച്ചപ്പോൾ, പാപബോധത്തിൻ്റെ കാറ്റ് വീശിയപ്പോൾ, അവർ ദിവസം അയ്യം വിളിച്ചപ്പോൾ അവരെ രക്ഷിപ്പാൻ സഹസ്രാബ്ദ കാലത്ത് ഇറങ്ങി വന്ന യേശു. പിന്നെ പിൽക്കാലത്ത് അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരേണ്ടതായി. അതാണ് മൂന്നാം കാലം. 1, 2, 3 കാലം. അതിരിക്കട്ടെ, അങ്ങനെ ഈ പുതിയ യെരൂശലേം എന്ന നഗരം കൈവശപ്പെടുത്താൻ ആരൊക്കെ നോക്കിയിട്ടുണ്ടോ? തൊട്ടവർക്കെല്ലാം കൈ കൊള്ളിയിട്ടുണ്ട്. ഇനിയും ഉണ്ടാവും. കാരണം അത് മഹാരാജാവിൻ്റെ നഗരമാണെന്ന് നേരത്തെ സ്വർഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ പുണ്യഭൂമിയിൽ പോകാൻ വേണ്ടി, കാലുകുത്താൻ വേണ്ടി, കാണാൻ വേണ്ടി എത്രയോ ആൾക്കാരാണ് ഇവിടുന്ന് പോകുന്നത്. നല്ലത്, പോയിക്കോട്ടെ, വന്നോട്ടെ. ഞാൻ പറഞ്ഞത് യെരൂശലേം എന്ന ഈ നഗരം അത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ദേശമാണ്. അതാണ് മണവാട്ടി പോലെ ഇറങ്ങി വന്നത്. വെളിപ്പാട് 21:9 വായിക്കുന്നത് ഇങ്ങനെയാണ്: വരിക, കുഞ്ഞാണ്ട കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലന് ദൂതൻ ദൂത് നൽകുകയാണ്. ദൂതെല്ലാം കേട്ട് യോഹന്നാൻ മണവാട്ടിയെ കാണാൻ ചെന്നപ്പോൾ കാണുന്ന ഇതെന്ന് പറഞ്ഞാൽ പുതിയ യെരൂശലേം, ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ. ആ പുതിയ യെരൂശലേം എന്ന മണവാട്ടി എന്ന സൗധത്തിലേക്ക് എന്നെ കേൾക്കുന്നവർക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? അത് അനേകതര രത്നങ്ങൾ പോലെയുള്ള സ്വർണം കൊണ്ട് അലങ്കരിച്ച സ്വർണ്ണ സ്വച്ഛ സ്ഫടിക വീതിയാണ്, രാജവീതിയാണ്. അതുകൊണ്ടാണ് ഈ പുതിയ യെരൂശലേം എന്ന പുണ്യഭൂമി, അല്ല പുണ്യനഗരം പറയുവാൻ എനിക്ക് പ്രചോദനം ഉണ്ടായത്. കാര്യങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടി കൊതിയും ദാഹവും വിശപ്പും അത്യാർത്ഥിയും അന്വേഷണവും പ്രയത്നവും പ്രാർത്ഥനയും പഠനവും സമയവും ചെലവിടുന്നതാണ് ഞാൻ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും എൻ്റെ മനസ്സിലിങ്ങനെ വന്നത്, ദൈവം നൽകിയത്. ഇതിപ്പോൾ പ്രായമായതുകൊണ്ടല്ല, അല്ലെങ്കിൽ നേരത്തെ തന്നെ യൗവനകാലം മുതൽ തന്നെ ഞാനത് തുടങ്ങിയതായതുകൊണ്ട് ശവപ്പെട്ടി എനിക്ക് നിസ്സാരമായി. ഏതെങ്കിലും ശവപ്പെട്ടി ആരെങ്കിലും മുമ്പിൽ വരുന്നത് എനിക്ക് വരുന്ന ശവപ്പെട്ടി എപ്പോഴും വന്നോട്ടെ, ഏത് സമയത്ത് വന്നാലും പ്രമോഷനായിട്ട് പോകാമല്ലോ. മരണമില്ലാത്ത വീട്ടിലേക്ക്, രോഗമില്ലാത്ത നാട്ടിലേക്ക്, അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഇടത്തേക്ക്. ദാനിയേലിനോട് പറഞ്ഞതുപോലെ, വിശുദ്ധന്മാരോട് അരുളി ചെയ്തിരിക്കുന്നത് പോലെ വിശ്രമ സ്ഥലത്തേക്ക് പോവുക. കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരും. വരണമെന്നല്ല, വരും. തനിയെ സംഭവിക്കും അത്. അങ്ങനെ കർത്താവിൻ്റെ വരവിൽ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ കുറെ വാരിക്കൂട്ടുന്ന കാര്യവും, ഇവിടെ എന്തൊക്കെ സാധിക്കുന്ന കാര്യവും, എന്തൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിൻ്റെ കാര്യവും ആവശ്യമാണെങ്കിലും ഞാൻ ഔട്ട്സൈഡ് പുറ സൈഡിലുള്ള ലോകത്തോടാണ് പറയുന്നത്. പുതിയ യെരൂശലേം എന്ന പുണ്യനഗരം അല്ലെങ്കിൽ പുണ്യഭൂമി ഞങ്ങളുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു ഏകലോക ഭരണാധികാരിയായി രാജ്യത്തെ സ്ഥാപിക്കുന്ന, ഒറ്റ നാണയത്തിന്മേൽ ലോകം ഭരിക്കുന്ന
ഭരണാധികാരിയായിട്ടിരിക്കാനുള്ളതാണ്. അതുകൊണ്ട് അവർ നീ യെരൂശലേമിനെ ചൊല്ലി സത്യം ചെയ്യരുത്. സ്വർഗത്തിന് സമാനമാണ്. സ്വർഗത്തെ ചൊല്ലി സത്യം ചെയ്യരുതെന്ന് പറഞ്ഞവൻ യെരൂശലേമിനെ ചൊല്ലി സത്യം ചെയ്യരുതെന്ന് പറയുമ്പോൾ ഓർത്ത് നോക്കുക. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങൾ. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ. ഓക്കെ. ഞെളിയാതെ ഭയപ്പെടുക. 21-22 വാക്യം. റോമാലേഖനം 11-ന്റെ 21-22 ഒന്നുകൂടി വായിച്ച്. 21-22 വായിച്ച്. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. സ്വാഭാവിക കൊമ്പുകൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന കൊമ്പിനെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. അടുത്തത്. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. ദൈവത്തിന്റെ ദയയാണത്. അവിടേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ ദയയാണത്. പിന്നെ വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ഓക്കെ 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 മതി മതി മതി. അപ്പൊ ഇങ്ങനെ ഈ കാര്യം ചിട്ടയായി ക്രമപ്പെടുത്തിയിരിക്കുമ്പോൾ എല്ലാവരോടുമായി ഞാൻ പറയുന്നത്, വേദപുസ്തകത്തിലെ ഓരോ കാര്യങ്ങളും അർത്ഥവത്തായതും അതിൽ തന്നെ തികവും മികവും ഉള്ളതുമാകയാലും അത് ചിതറിക്കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചിതറിക്കിടക്കുകയാണ്. ഒരു വാക്യത്തെ വെച്ചുകൊണ്ട് ആ കാര്യത്തെ സമർത്ഥിച്ചുകൂടാ, വ്യാഖ്യാനിക്കാൻ പാടില്ല. അതേ സമാന്തരമായ വാക്യത്തിൽ മറ്റൊരു അർത്ഥമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് രണ്ടും കൂടെ ചേർത്ത് ആ വിഷയത്തെ വേറെ ധ്യാനിച്ച് പഠിച്ചതിന് ശേഷമേ എടുക്കാവൂ. ഇതുപോലെ പുതിയ യെരൂശലേം എന്ന അല്ലെങ്കിൽ യെരൂശലേം എന്ന പുണ്യ നഗരത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അത് പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ പാടില്ല എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ സാരാംശം മനസ്സിലാക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. യെശയ്യാപ്രവചനം 66-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം കൊണ്ട് വായിച്ച് നമുക്ക് ചുരുക്കാം. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യും എന്ന് ദൈവം തമ്പുരാൻ യെശയ്യാവിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇത്ര വിദൂരതയിൽ കിടക്കുന്ന കാര്യം ഇത്ര നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഇതുവരെ സംഭവിച്ചിട്ടില്ല അത്. പിന്നീട് അതിന് എനിക്ക് ലഭിച്ചിട്ടുള്ള മാനസിക മറുപടി, ഇത് ഈ കാലത്തുള്ള ജനത്തിന് മാത്രം അറിഞ്ഞാൽ പോരാ, അക്കാലത്തുള്ള ജനവും അറിയണം, ഇസ്രായേൽ അറിയണം, അഥവാ യഹൂദന്മാരറിയണം, ലോകം അറിയണം, ഇത് വായിക്കുന്നവരറിയണം. ഒരു പുതിയ ആകാശം ഉണ്ടാക്കുമെന്ന്, ഒരു പുതിയ ഭൂമി ഉണ്ടാക്കുമെന്ന്, ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും എന്തൊക്കെയാണ് ഉള്ളതെന്ന് എന്തൊക്കെയാണ് ഇല്ലാത്തതെന്ന് ജനം അറിയണം. എൻ്റെ ചെറിയ മനസ്സിൽ അന്ന് സമുദ്രമില്ല എന്ന് വായിക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം, എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം, ഈ വെള്ളം മുഴുവൻ ദൈവം എന്തു ചെയ്യും? സമുദ്രം എന്ന് പറയുമ്പോൾ കടലും കായലും സമുദ്രമൊക്കെ പെടൂലേ, തോടും എല്ലാം പെടൂലേ? ഈ വെള്ളം ദൈവം എന്തു ചെയ്യും? സ്വോത്രം. ഭൂമി വാ തുറന്ന് വിഴുങ്ങാനുള്ള വെള്ളം ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിക്കാം, ഓർക്കാം. ശാസ്ത്രീയ പഠനത്തിനൊന്നും ഞാൻ മെനക്കെട്ടിട്ടില്ല. ഈ വെള്ളം മുഴുവൻ എന്ത് ചെയ്യും എന്നെൻ്റെ കൊച്ചു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് സമുദ്രമില്ല, സൂര്യൻ്റെ ആവശ്യമില്ല, ചന്ദ്രൻ്റെ നക്ഷത്രത്തിൻ്റെ ആവശ്യമില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. അങ്ങനെയുള്ള ഒരു രാജ്യത്തിൽ സ്വസ്ഥമായി പോയി പാർക്കുന്നതിന്
ഒരിത്തിരി കാലമോ ഇത്തിരി വർഷമോ ത്യാഗം, സഹനം, സഹിഷ്ണുത, ഭാരം, നിന്ദ, ദുഷി, പരിഹാസം, ഇതൊക്കെ ഒന്നിച്ചിരി സഹിക്കുന്നതിന് എന്താ അത്ര പ്രയാസം എന്ന് പറഞ്ഞാൽ വീട്ടുകാർ, ചാർച്ചക്കാർ, കൂട്ടുകാർ, അയൽവാസികൾ, മതക്കാർ ഒക്കെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അട്ട ചുരുളുന്നത് പോലെ ചുരുണ്ടു പോകുന്നതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. മൗലിക അവകാശം എല്ലാവർക്കും ഇല്ലേ? ഒരിക്കലും സുവിശേഷമായി ചെന്നപ്പോൾ വീട്ടിൽ ഞങ്ങളങ്ങ് ചെല്ലുന്നതിന് മുമ്പ് അവിടെ വാതിൽ തുറന്നു കിടന്ന വാതിൽ ചാരി അവർ അകത്തുനിന്ന്. ഞങ്ങളാണെന്ന് അറിഞ്ഞിട്ട് ചാരിയതാണ്. ഞങ്ങൾ പിന്നെ അവിടെ കയറാതെ അങ്ങ് പോവുകയും ചെയ്തു. പിന്നെ ഒരിക്കൽ അവിടുത്തെ സഹോദരി റേഡിയോയിൽ സുവിശേഷം വരുന്ന ഒരു സമയമായിരുന്നു. സുവിശേഷം കേട്ടിട്ട് മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു. താൻ വീട്ടിൽ പറയാതെ അടുത്തുള്ള സ്ഥലങ്ങളിൽ യോഗത്തിന് പോയിക്കൊണ്ടിരുന്നു, ആഴ്ചയിലൊരിക്കൽ പ്രാവശ്യം. ഏതായാലും വീട്ടിലിത് അറിഞ്ഞു. വീട്ടിലറിഞ്ഞിട്ട് തൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇവിടെ ഇത് പറ്റത്തില്ല, ഇത് അച്ഛന്മാരുടെ കുടുംബമാണ്, ഒട്ടക്കാരുള്ളത്. അങ്ങനെ ഇച്ചിരി രോഷത്തോടെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഇവർ ശാന്തമായിട്ട് മറുപടി പറഞ്ഞില്ല. പിന്നീട് സൗകര്യവും സാവകാശമുള്ള സമയത്ത് ഈ സഹോദരി പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാൻ. എന്തായിരിക്കാം? 2 പെൺമക്കൾ കെട്ടുപ്രായമായി, അവർ ഹൈസ്കൂളിൽ പഠിക്കുന്നു, കോളേജിൽ പഠിക്കുന്നു. 2 ആൺമക്കൾ പ്രായപൂർത്തിയായി വരുന്നു, 4 മക്കൾ. പറഞ്ഞു, എനിക്ക് ബൈബിൾ വായിക്കണം, പാട്ട് പാടണം, പ്രാർത്ഥിക്കണം, എനിക്ക് ആരാധനയിൽ പങ്കെടുക്കണം. ഇത് ക്രിസ്തീയ മനോഭാവത്തിലുള്ള കാര്യങ്ങളാണ്. സർക്കസ് വേണ്ട, നാടകം വേണ്ട, ഡാൻസ് വേണ്ട, സിനിമ വേണ്ട, അങ്ങനെ വളരെ കാര്യങ്ങൾ, കൺമഷി, ചാന്ത്, ഇതൊന്നും വേണ്ട. ഇതെനിക്ക് വേണം. ഈ കാര്യത്തിന് അച്ചായൻ ഒക്കുന്നില്ലെങ്കിൽ നമുക്കിവിടെ വെച്ച് പിരിയാം. ചുരുക്കി പറയട്ടെ, ഒരൊറ്റ അക്ഷരം വേണ്ടിയില്ല. പഴയതുപോലെയോ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. ക്രമേണ ആ വീട്ടിലൊരു പ്രാർത്ഥന നടത്തി. അദ്ദേഹം വരാന്തയിലുള്ള സിറ്റ് ഔട്ടിലിരിക്കും. അങ്ങനെ വന്ന് മക്കൾ കർത്താവിൻ്റെ ഭാഗത്തേക്ക് വന്നു, ഓരോരുത്തരായിട്ട്. ചുരുക്കി പറഞ്ഞാൽ ഒടുവിൽ അദ്ദേഹവും വന്നു. എല്ലാവരും കർത്താവിൻ്റെ ഭാഗത്തായി. പട്ടക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അത് കുടുംബത്തിൽപ്പെട്ട കാര്യങ്ങളാണെങ്കിലും, യേശുവിനെ അറിയുന്നതിന് ഇതൊന്നും ബാധകമായിരുന്നില്ല. പിന്നെ അവസാനിപ്പിക്കട്ടെ, എന്താ പറഞ്ഞതെന്ന് കേൾക്കുക. സ്തോത്രം. യെരുശലേം എന്ന പുണ്യനഗരത്തിൽ നമ്മുടെ കർത്താവ്, എൻ്റെ കർത്താവ്, ഏകലോക ഭരണാധികാരിയായി ഭരണമേറ്റെടുക്കുമ്പോൾ അവിടെ കയറാൻ വരാൻ ആരുടെയെങ്കിലും പെർമിഷൻ ഇന്ന് നോക്കിയിരിക്കുന്നെങ്കിൽ സാധ്യമല്ല. യേശുവിനെ പിൻപറ്റുവാൻ 10 രൂപയുടെ ചെലവുമില്ല. ഹൃദയം കൊടുത്താൽ മതി. നിങ്ങൾ കേട്ടോ പറഞ്ഞത്? യെരുശലേമിനോട് പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സില്ല, എനിക്ക് മനസ്സുണ്ടായിരുന്നു. ശരി, ആ ബാക്കി കാര്യം നമുക്ക് പിന്നെ പറയാം, അവസാനിപ്പിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, യേശുവിൻ നാമത്തിൽ ഈ പകൽ വേളയിൽ യെരുശലേം എന്ന പുണ്യനഗരത്തെക്കുറിച്ച് ഇത്തിരി നേരം കാര്യപ്രസക്തമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ സഹായിച്ചതിനായിട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. കേട്ടവരായ മക്കൾക്ക് അത് ഓർമ്മ നൽകുവാനും അങ്ങനെ ഒരു കാലം വരുന്നുണ്ടെന്നും അങ്ങനെ കാലം വരുമ്പോൾ എനിക്കും അതിൽ പങ്കാളിയായി തീരണമെന്നുള്ള ശരിയായ ദിശാബോധം, ആത്മീയമായ അവബോധം അവർക്ക് കൊടുത്ത് അന്ധകാര ചങ്ങലയിൽ നിന്ന് ലോകത്തിൻ്റെ ബന്ധനങ്ങളാകുന്ന
കർത്താവെ, ആ വലിയ മതിൽക്കെട്ടിനകത്ത് നിന്ന് അവർ സത്യത്തിലേക്കും ദൈവത്തിലേക്കും തിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.